റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ക്രമസമാധാന നില വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് പങ്കെടുക്കുന്ന ഉന്നതതല പോലീസ് യോഗം മറ്റന്നാളാണ്. ഭരണമാറ്റത്തിന് ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ ക്രമസമാധാനം, മയക്കുമരുന്ന്, ഗുണ്ട ആക്രമണങ്ങൾ എന്നിവ ചർച്ചയാകും. പോലീസ് മർദ്ദനങ്ങളിലെ സർക്കാർ നിലപാടും അറിയിക്കും. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഉന്നതതല യോഗം മറ്റന്നാളാണ്. ആഭ്യന്തര വകുപ്പിൽ ഒട്ടേറെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും. അതിൽ തന്നെ രമേശ് ചെന്നിത്തല നേരിട്ട് നയിച്ചതാണ് മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം. റിപ്പോർട്ടറിന്റെ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന ക്യാമ്പയിനും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക, ക്രമസമാധാന നില കൂടുതൽ മെച്ചപ്പെടുത്തുക, ഒരു ജനപ്രിയ പോലീസായിട്ട് പോലീസിനെ മാറ്റുക, ഇതൊക്കെയായിരിക്കാം ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്നത്. ഇക്കുറി 5 വർഷവും തികച്ച ആഭ്യന്തരം ഭരിക്കാൻ കഴിയും എന്ന പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ തവണ ഭാഗികമായി മാത്രമാണ് ഒരു അവസരം രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയത്. അതിനിടയിൽ തന്നെ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നു രമേശ് ചെന്നിത്തല. ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP ആരായിരിക്കുമെന്ന ചോദ്യം, അജിത് കുമാറിനെ എന്ത് ചെയ്യും എന്ന ചോദ്യം, ഇതൊക്കെ ബാക്കി നിൽക്കുന്നു അല്ലേ ഹരി മോഹൻ? അരുൺ, തീർച്ചയായിട്ടും 5 വർഷം തികച്ച ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് ഇരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണ. അതുകൊണ്ട് തന്നെ ഈ സാധാരണ രീതിയിൽ പോലീസിന്റെ ഈ ക്രമസമാധാന നില വിലയിരുത്താനുള്ള യോഗം വർഷത്തിൽ 2 തവണയാണ് നടക്കുക. പക്ഷേ ഇക്കുറി അത് കുറച്ച് നേരത്തെയായി. അതായത് പുതിയ സർക്കാർ അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ ആഭ്യന്തരമന്ത്രി തന്നെ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ജില്ലാ പോലീസ് മേധാവിമാർ മുതൽ സംസ്ഥാന പോലീസ് മേധാവി വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തുകൊണ്ടുള്ള ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. മറ്റന്നാളാണ് യോഗം ചേരുന്നത്. അതിൽ പ്രധാനമായിട്ടും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ആ മാർഗരേഖ പ്രകാരമുള്ള നടപടികൾ നടപ്പിലാക്കാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകാനും ആഭ്യന്തരമന്ത്രി ഉദ്ദേശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ഗുണ്ടാക്രമണങ്ങൾ സമീപകാലത്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഗുണ്ടാക്രമണങ്ങൾ പൂർണ്ണമായി അമർച്ച ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ ഒരു വിലയിരുത്തൽ നടത്തുകയും ചെയ്യും. പോലീസിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വിശദമായ ഒരു റിപ്പോർട്ട് പോലെ ഒരു കാര്യം ആഭ്യന്തരമന്ത്രിക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അത് പരിശോധിച്ച ശേഷമായിരിക്കും എന്തെങ്കിലും മാസ്റ്റർ പ്ലാൻ ഇതിന്റെ ഭാഗമായി തയ്യാറാക്കേണ്ടതുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. എന്തായാലും ആഭ്യന്തരമന്ത്രി നേരിട്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ യോഗത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ഹരിമോഹൻ. അപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ശ്രദ്ധേയമായ ചില മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നു. മറ്റന്നാളാണ് ഉന്നതതല യോഗം. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും.